ഹലോ. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആൾക്കാരാണല്ലോ ഇപ്പം, അല്ലേ? ഇപ്പം സോഷ്യൽ മീഡിയ ആണ് എല്ലാവരുടെയും ഒരു സന്തോഷമാർഗ്ഗം, ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 10 വർഷത്തിലൊക്കെ മേലെയായി നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായി തുടങ്ങിയിട്ട്. അന്ന് നമുക്ക് ഓർക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് പേരൊക്കെ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഓർക്കൂട്ട് ഇല്ലാതാവുകയും പിന്നെ ഫേസ്ബുക്ക് വന്നു. ഫേസ്ബുക്കിന് ശേഷം വാട്സാപ്പ് വന്നു. വാട്സാപ്പ് വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം വന്നു. അങ്ങനെ പല പല കാര്യങ്ങളും വന്നത്. ഒരു കണക്കിന് ഇതൊക്കെ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ കുറേ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യുകയും വേണ്ടാത്ത തരത്തിലത് യൂസ് ചെയ്യുകയും തെറ്റായ തരത്തിലേക്ക് പലരും അതിൽ കൂടെ പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേ ആളുകളുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഇത് ഒരു മോശപ്പെട്ട സാധനമാണ്. നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ തന്നെ അവരെന്തോ ഒരു മോശമുള്ള ആൾക്കാരാണ്, അങ്ങനെ ഒരു ധാരണയിൽ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ വല്ലപ്പോഴും ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ കണ്ട് ആക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ അയ്യോ ഇതൊരു ഭയങ്കര തെറ്റായ കാര്യമാണ്, നിങ്ങൾ ഇതിലേക്ക് പോയാൽ വഴിതെറ്റി പോകും എന്ന ധാരണയിൽ നമ്മളോട് ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ എന്നുവെച്ചാൽ ഇവരേതോ ഒരു മോശമായ മാർഗ്ഗത്തിലൂടെയാണ് പോകുന്നുള്ള ധാരണയിൽ. ഇത് നമുക്ക് മോശമായിട്ട് യൂസ് ചെയ്യാം, നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾ ഏത് തരത്തിൽ പോകണം എന്നുള്ളത്. ഇതിൽ കൂടി തന്നെ ഇത് യൂസ് ചെയ്ത് പല ആൾക്കാരും ഒളിച്ചോടി പോയിട്ടും മോശമായ ബന്ധങ്ങളിലേക്ക് പോയിട്ടും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്. അല്ലാതെ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവരോട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് വർഷങ്ങളോളം നിലനിൽക്കുന്ന നല്ല നല്ല ബന്ധങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരും ഒരുപാടുണ്ട്. ഞങ്ങൾക്കങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി തന്നെ എന്ന് പറയാം, ഇപ്പോൾ അത് വാട്സപ്പിലേക്കായി മാറി ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ, ഫാമിലി ബന്ധങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഭർത്താവും കൂടി അവരുടെ വീടുകളിൽ പോവുകയോ അവരൊക്കെ ഞങ്ങളുടെ വീടുകളിൽ വരികയും അവരെ കണ്ടുമുട്ടുകയും പൊതുസ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയും അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇടപഴകുന്ന പല ബന്ധങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒരു മോശമാണെന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോൾ വാട്സപ്പ് വന്നു. അപ്പം നമ്മൾ കോളുകളൊക്കെ ഇപ്പം കുറഞ്ഞു മനുഷ്യന്മാർ പൊതുവെ. അപ്പം ഇപ്പം വോയിസ് മെസ്സേജ് ആണല്ലോ. വോയിസ് മെസ്സേജ് വന്നതിന് ശേഷം അതും ഒരു നല്ല കാര്യം തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, തോന്നുന്ന സമയത്ത്, സമയമുള്ള സമയത്ത് ഒരു വോയിസ് ഒരാൾക്ക് അയച്ചു വെച്ചാൽ അയാൾക്ക് അത് അയാൾ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് അയാൾക്കത് കാണാം. അയാൾക്കും അതിൻ്റെ മറുപടി അയാൾക്ക് സമയമുള്ള സമയത്ത് എഴുതിയിടാം. നമ്മളിപ്പോൾ ഒരാളെ കോൾ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരാളെ കോൾ ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഫ്രീ ആണ്, അപ്പോൾ ഞാൻ ഒരാളെ കോൾ ചെയ്തു. അപ്പോൾ ആ ആൾ ഫ്രീ ആണോ അല്ലെന്ന് നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര തിരക്കിലായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളാവാം, ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയായിരിക്കും, ചിലപ്പോൾ അവർ ബാത്റൂമിലായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അധികം ആൾക്കാരും വിളിച്ച ഉടനെ നമ്മളുടെ കാര്യങ്ങൾ അങ്ങ് സംസാരിച്ച് തുടങ്ങുകയാണ് ചെയ്യുക. വളരെ കുറച്ച് പേര് മാത്രം വിളിച്ചാൽ കുറച്ച് നേരം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ആദ്യം, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിച്ച് അവരതെ, അപ്പം ഞങ്ങൾ വേറെ പണിയൊന്നുമില്ല, ഞാനിപ്പോൾ ഫ്രീ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയും കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അധികം ആൾക്കാരും അങ്ങനെ ഒന്നും ചോദിക്കാതെ അവനവന് പറയാനുള്ളത് ഒരൊറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ കേട്ട് നിൽക്കുന്ന ആൾക്ക് ഞാനിപ്പോൾ ഫ്രീ അല്ല, ഇത് നിർത്തണമായിരുന്നു എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ ചോറ് തിളച്ച് നിൽക്കുകയായിരിക്കും, ചിലപ്പോൾ ചോറ് വാർക്കേണ്ട സമയത്തായിരിക്കും ഈ കോൾ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതൊന്നും നമുക്ക് അത്ര അതിന് മാത്രം ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരോട് നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ഈ കോളൊന്ന് കട്ട് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം, നിങ്ങളിത് ഞാനൊന്ന് കട്ട് ചെയ്യൂ, ഞാനിത് കഴിഞ്ഞ ശേഷം നിങ്ങളെ വിളിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇയർ ബഡ്സ് വന്നിട്ടുണ്ട്, ഇയർ പോഡുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ചെവിയിൽ വെച്ചുകൊണ്ട് നമ്മളുടെ പണികളും നടക്കും. ഈ ചെവിയിൽ വെച്ച സാധനം കൊണ്ട് നമുക്ക് ആളുകളോട് സംസാരിക്കാനും പറ്റും. പക്ഷേ അതിന് വേറെ ദോഷങ്ങളുണ്ട്. ഈ രണ്ട് ചെവിയിലും ഇത് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല, നമ്മളൊന്നും അറിയുന്നില്ല. ആര് നമ്മളെ വിളിച്ചാലും വീട്ടിലേക്ക് കോൾ വന്നാലും ആരെങ്കിലും വന്ന് വാതിൽ മുട്ടിയാലും കോളിംഗ് ബെൽ അടിച്ചാലും ഒന്നും നമ്മൾ അറിയില്ല. കാരണം നമ്മൾ രണ്ട് ചെവിയും നമ്മൾ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ രണ്ട് ചെവിയും ഫുള്ളായിട്ട് അടച്ചു വെക്കാതെ ഒരു ചെവിയിലെ ഇയർബഡ് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റും, കുറേ നേരം സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനും പറ്റും. ഈ വോയിസ് മെസ്സേജാണ് ഒരു കണക്കിന് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്കും അവർക്കും സമയത്തിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല. ഈ കോൾ ചെയ്യുന്ന അതുപോലത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ വോയിസ് മെസ്സേജ് കൊണ്ട് ഉണ്ടാകുന്നില്ല. നമ്മളുടെ സമയമുള്ള സമയത്ത് നമ്മൾ അയക്കുന്നു, അവർക്ക് സമയമുള്ള സമയത്ത് അവർ കാണുന്നു, മറുപടി അയക്കുന്നു. അപ്പോൾ അത്
വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞ സാധനത്തിനും വേറെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റുള്ള ഒരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കേട്ട് ബോറടിക്കുന്നൊരവസ്ഥയുണ്ട്. ഇതൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിന് തന്നെ അവരും മാർഗ്ഗങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കാരണം അത് 1 സ്പീഡിലും 1.5 സ്പീഡിലും 2 സ്പീഡിലും അത് ഓടിക്കാനുള്ളതുണ്ട്. ഒരു സ്പീഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റും. 1.5 ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ അടിച്ചു വിടും. 2 സ്പീഡാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒരൊറ്റയടിക്ക് അതങ്ങ് പോവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ അത്ര കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാം. അതിനുള്ള മാർഗ്ഗം അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1 സ്പീഡിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധാരണ മനുഷ്യന്മാരുടെ ശബ്ദത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ വോയിസ് മെസ്സേജുകൾ എപ്പോഴും നമ്മൾ അയക്കുകയാണെങ്കിൽ ചെറിയ ലെങ്ത്തിൽ അയക്കുക. കാരണം 1 മിനിറ്റിൽ താഴെ, എത്രയെങ്കിലും സെക്കൻഡ്സ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 മിനിറ്റ്, അതിൽ താഴെ അയക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ 10 വോയിസ് മെസ്സേജ് അയക്കാം, കുഴപ്പമില്ല. പക്ഷേ അതെല്ലാം ചെറുതാണെങ്കിൽ കേൾക്കുന്നവർക്ക് അത് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലാതെ അയക്കുന്ന ഓരോ വോയിസ് മെസ്സേജും 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെയുള്ള അയക്കുമ്പം ഇത് കേട്ട് കേട്ട് മടുത്തു എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. ഇന്നത്തെ കാലത്തെ ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആളുകൾക്ക് ആർക്കും ക്ഷമയില്ല, സമയമില്ല എന്നുള്ള പ്രശ്നം. സമയമില്ലാഞ്ഞിട്ടല്ല, സമയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാൻ തന്നെ നമുക്ക് ക്ഷമയില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അത് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പോലും നമ്മളത് സ്പീഡിൽ അടിച്ചു വിടും. കാരണം വേഗം തീർന്നോട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വോയിസ് മെസ്സേജിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് വോയിസ് മെസ്സേജ് വന്നതിനെക്കുറിച്ച്. ചില ആൾക്കാർ പറയും ഞങ്ങൾ വോയിസ് മെസ്സേജ് അയക്കാറേ ഇല്ല, വേണമെങ്കിൽ എഴുതും, അല്ലെങ്കിൽ അവരെ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വോയിസ് മെസ്സേജ് നല്ലതല്ല എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇഷ്ടമാണ്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾ വോയിസ് മെസ്സേജ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അവരെ കണ്ടതുപോലെയുള്ളൊരു സുഖവും കൂടി കിട്ടും, ഈ എഴുതുന്നത് വായിക്കുന്നതിന് പകരം. പിന്നെ ഇതിങ്ങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും, ഇത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനും പറ്റും. അപ്പോൾ പൊതുവേ വോയിസ് മെസ്സേജ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെയൊക്കെ എന്താണ് അഭിപ്രായം? സോഷ്യൽ മീഡിയ നല്ലതാണോ മോശമാണോ? വോയിസ് മെസ്സേജിനെ പറ്റി എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഓക്കെ.